കൊല്ലത്തെ കുപ്രസിദ്ധ ഗൂണ്ടാ നേതാവ് ബംഗളൂരുവിൽ അറസ്റ്റിൽ. പൊട്ടാസ് നിഷാദിനെയാണ് സാഹസികമായി കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തത്. കാപ്പ കേസിലാണ് അറസ്റ്റ്. സൂര്യഗായത്രി വിവരങ്ങൾ നൽകും. സൂര്യഗായത്രി, എപ്പോഴായിരുന്നു അറസ്റ്റ്? എങ്ങനെയാണ് പിടികൂടിയത്? ഇന്നാണ് ഈ പ്രതിയെ പിടികൂടിയത്. കൊട്ടിയം തഴുത്തല സ്വദേശിയാണ് കാപ്പ കേസിൽ ബാംഗ്ലൂരിൽ നിന്നും കൊട്ടിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. 10ലധികം കേസുകളിൽ ഇയാൾ പ്രതിയാണ്. വിളയിൽ പുത്തൻവീട്ടിൽ പൊട്ടാസ് എന്ന വിളിപ്പേരുള്ള 34 വയസ്സുള്ള നിഷാദിനെയാണ് പോലീസ് പിടികൂടിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ആ ഒളിവ് കേന്ദ്രത്തിൽ നിന്നുമാണ് കൊട്ടിയം SHO പ്രദീപിന്റെ നേതൃത്വത്തിലുള്ള സംഘം ഇയാളെ പ്രതികൂടിയത്. വധശ്രമം ഉൾപ്പെടെയുള്ള നിരവധി കേസുകളാണ് ഇയാൾക്ക് എതിരെയുള്ളത്. ഒരു മാസക്കാലത്തോളമായി കാപ്പ കേസിൽ ഉൾപ്പെട്ട ഇയാൾ ബാംഗ്ലൂരിൽ ഒളിവിൽ താമസിക്കുന്നുണ്ടായിരുന്നു. അയാളുടെ ഒളിവ് താമസ സ്ഥലം അതിന്റെ രഹസ്യ വിവരം കിട്ടിയതിനെ തുടർന്നാണ് കൊട്ടിയം പോലീസിന്റെ നേതൃത്വത്തിൽ SHO പ്രദീപ്, അതുപോലെ തന്നെ SI സൗരവ്, CPMമാരായ അരുൺ, ശംഭു തുടങ്ങിയവർ ചേർന്ന് ഇയാളെ അറസ്റ്റ് ചെയ്ത് മെഡിക്കൽ പരിശോധനയ്ക്ക് ശേഷം കോടതിയിൽ ഹാജരാക്കി ഇയാളെ റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഈ വീഡിയോ ക്ലിപ്പ് നിങ്ങൾ കണ്ടല്ലോ. നിമിഷ നേരങ്ങൾ കൊണ്ട് സംഗതി വൈറലായിട്ടുണ്ട്. എന്നാൽ ഇൻസ്റ്റഗ്രാമിൽ ഈ വീഡിയോയുടെ കീഴിൽ വന്നിരിക്കുന്ന ചില കമന്റുകൾ വായിച്ചപ്പോൾ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിപ്പോയി. ആ കമന്റുകൾ കണ്ടപ്പോൾ നമ്മുടെ ഇന്നത്തെ പുതിയ തലമുറ അവരെങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ചിന്തയാണ് കൂടുതലായി മനസ്സിൽ ഉയർന്നു വന്നത്. അവരുടെ നിലവാരം എന്താണ്? അവരുടെ മൂല്യബോധം എവിടെ എത്തി നിൽക്കുന്നു? ഈ അവസ്ഥയിൽ ഈ തലമുറ മുൻപോട്ട് നീങ്ങിയാൽ അവരെവിടെ എത്തിച്ചേരും എന്നുള്ള ചിന്ത അത് വല്ലാത്ത ആശങ്കയുളവാക്കുന്നത് തന്നെയാണ്. ഞാൻ ഇങ്ങനെ പറഞ്ഞു പോയാൽ കാര്യങ്ങൾ നിങ്ങൾക്ക് വ്യക്തമാവില്ല. അതുകൊണ്ട് തന്നെ വളരെ പ്രധാനപ്പെട്ട ചില കമന്റുകൾ കൂടി ഞാനിവിടെ പിൻ ചെയ്യാം. പെൺകുട്ടികളിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ആ കൊടും ക്രിമിനലിന്റെ മുഖം കണ്ടപ്പോൾ അവനോട് ക്രഷ് തോന്നിയിരിക്കുന്നു എന്നാണ് എഴുതിയിരിക്കുന്നത്. സിനിമാ നടനാകുവാൻ പാടില്ലായിരുന്നോ? എന്തിനാണ് ഗുണ്ടയാകാൻ പോയതെന്നാണ് ഒരാൾ ചോദിച്ചിരിക്കുന്നത്. ഒറ്റ നോട്ടത്തിൽ തന്നെ വീണുപോയി. നീ സുന്ദരനാടാ, നീ ഗുണ്ടയല്ല, നീ പൂക്കിയാണ്. ഇത്തരത്തിലുള്ള കമന്റുകൾ അങ്ങനെ നീണ്ടുപോവുകയാണ്. ഏതെങ്കിലും ഒരു ഒറ്റപ്പെട്ട തല്ല് കേസോ അല്ലെങ്കിൽ പിടിച്ചുപറിയോ ആ ടൈപ്പ് എന്തെങ്കിലും ഒരു കുറ്റകൃത്യത്തിലെ പ്രതിയല്ല ഇയാൾ. കാപ്പ കേസാണ് ഇയാൾക്ക് നേരെ ചുമത്തിയിരിക്കുന്നത്. കാപ്പ എന്നുള്ളതിന്റെ പൂർണ്ണ രൂപം കേരള ആന്റി സോഷ്യൽ ആക്ടിവിറ്റീസ് ആക്ട് എന്നാണ്. ലളിതമായി പറഞ്ഞാൽ സമൂഹത്തിന് ഭീഷണിയാകുന്ന ഗുണ്ടകളെയും സ്ഥിരം കുറ്റവാളികളെയും വിചാരണ കൂടാതെ കരുതൽ തടങ്കലിൽ വെക്കുവാനോ ഒരു പ്രത്യേക പ്രദേശത്ത് നിന്ന് പുറത്താക്കുവാനോ ഈ നിയമം പോലീസിന് അധികാരം നൽകുന്നു എന്നുള്ളതാണ്. ചുരുക്കത്തിൽ സമൂഹം അറപ്പോടെയും വെറുപ്പോടെയും നോക്കേണ്ട കൊലപാതക കുറ്റം ഉൾപ്പെടെയുള്ള വൻ പാതകങ്ങൾ ചെയ്ത ഒരു കൊടും ക്രിമിനൽ, അങ്ങനെയുള്ള ഒരു ക്രൂരനും തോന്നിയവാസിയുമായ ചെറുപ്പക്കാരന്റെ മുഖത്ത് നോക്കി ക്രഷ് തോന്നുന്നു എന്ന് പറയുവാൻ തക്കവണ്ണം നിരവധി പെൺകുട്ടികൾ എത്തുമ്പോൾ വാസ്തവത്തിൽ അമ്പരപ്പല്ലേ ഉളവാകേണ്ടത്. ഒന്നാമതായി ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യം, ഒരു പോലീസ് സ്റ്റേഷന്റെ ഉള്ളിൽ എത്ര കൂളായിട്ടാണ് ഒരു ക്രിമിനൽ, ഒരു കൊടും കുറ്റവാളി ഇടപഴകിക്കൊണ്ടിരിക്കുന്നത്. ക്യാമറയ്ക്ക് വേണ്ടി, ഒരു ഇൻസ്റ്റാഗ്രാം റീലിന് വേണ്ടി അഭിനയിക്കുന്ന രീതിയിലുള്ള പെർഫോമൻസുകളാണ് അയാളിൽ നിന്നും പുറത്തേക്ക് വരുന്നത്. പല കുറ്റവാളികളും പോലീസ് സ്റ്റേഷനിൽ വളരെ പരിങ്ങലോടെ നിൽക്കുമ്പോൾ ക്യാമറകളെ കാണുമ്പോൾ കൈകൊണ്ടെങ്കിലും മുഖം മറയ്ക്കുവാൻ ശ്രമിക്കുമ്പോൾ ഇവിടെ അത്തരത്തിലുള്ള ഉളുപ്പുകളൊന്നും ലെവലേശമില്ലാതെ ഒരുത്തൻ ക്യാമറയുടെ മുമ്പിൽ ഗംഭീരമായിട്ട് അഭിനയിക്കുകയാണ്. കാപ്പ കേസ് ചുമത്തപ്പെട്ടിരിക്കുന്ന, സമൂഹത്തിന് ഏത് നിമിഷവും അപകടം സൃഷ്ടിക്കുവാൻ സാധ്യതയുള്ള, നാടുകടത്തപ്പെടേണ്ട ഒരു കൊടും ക്രിമിനൽ, അവൻ ക്യാമറയുടെ മുമ്പിൽ ചിരിക്കുന്നു, കൂളായിട്ട് ആംഗ്യവിക്ഷേപങ്ങൾ കാണിക്കുന്നു. എവിടെ നിന്നാണ് അയാൾക്ക് ഇത്രമാത്രം ധൈര്യമുണ്ടായത്? നിസ്സംശയം പറയാം, നമ്മുടെ നിയമം അയാളുടെ മുമ്പിൽ ഉയർത്തിക്കാട്ടുന്ന ശിക്ഷാ നടപടികളും ഭീഷണികളും അയാൾ ലെവലേശം പോലും അംഗീകരിക്കുന്നു, വകവയ്ക്കുന്നുമില്ല എന്നുള്ളതാണ്. ഇന്ത്യൻ ഭരണഘടനയെയും അതിലെ കുറ്റകൃത്യങ്ങൾക്കെതിരായിട്ടുള്ള ശിക്ഷാ നടപടികളെയും ഒക്കെ അതിനെക്കുറിച്ച് ഞാനും നിങ്ങളും എത്ര ശക്തിയോടെ വാചാലരായാലും അതൊക്കെ ഇത്രയേ ഉള്ളൂ എന്ന് ഇയാൾക്കൊക്കെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെയാണ് ക്യാമറയുടെ മുൻപിൽ ഇത്ര ഉല്ലാസഭരിതനായിട്ട് അയാൾ അഭിനയിക്കുന്നത്. അതെ, ഇവിടുത്തെ നിയമത്തിന് എന്നെ ഒരു ചുക്കും ചെയ്യുവാൻ കഴിയില്ല. അങ്ങേയറ്റം എന്തെങ്കിലും ചെയ്താൽ തന്നെ 4 ദിവസം കഴിയുമ്പോൾ ഞാനും നിങ്ങളെപ്പോലെ പുറത്തിറങ്ങി നിർഭയമായി ജീവിക്കും എന്നുള്ള ഒരാന്തരിക ബോധം. ഇനി അഥവാ കുറച്ചു ദിവസം അകത്ത് കിടക്കേണ്ടി വന്നാലും അകത്തും ഞാൻ സുരക്ഷിതനായിരിക്കും. ഒരു കുഴപ്പവുമില്ലാത്ത സുഖസുഷിപ്തിയോടുകൂടി ജയിലിനുള്ളിലും കിടക്കുവാൻ കഴിയും എന്നുള്ള ഉറപ്പ്. ഈ ഒരു ഉറപ്പാണ് അയാളെ ഇത്രയധികം സന്തോഷവാനായി ക്യാമറയുടെ മുമ്പിൽ പോസ് ചെയ്യുവാൻ പ്രേരിപ്പിക്കുന്നത്. ചുരുക്കത്തിൽ ഇന്ത്യൻ ശിക്ഷാ നിയമങ്ങളെ തരിമ്പ് പോലും ഭയപ്പെടാത്തൊരു ചെറുപ്പക്കാരൻ ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ മുമ്പിൽ നിൽക്കുമ്പോൾ അവരുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ എത്ര കൂളായിട്ടാണ് അയാൾ പ്രതികരിക്കുന്നത്. അവരെ വിഡ്ഢികളാക്കുന്ന രീതിയിലാണ് അയാളുടെ സംസാരങ്ങൾ. എന്ന് വെച്ചാൽ വെടിവെപ്പുകാരനെ ഉടുക്കുകൊട്ടി പേടിപ്പിക്കരുത് എന്നുള്ള സന്ദേശമാണ് കൊടുക്കുന്നത്. കാക്കിയിട്ട് നടക്കുന്ന നിന്നെയൊക്കെ എനിക്ക് വെറും പുല്ലാണ് എന്നുള്ള ഒരു ബോധവൽക്കരണം കൂടി അതിനകത്ത് കാണാൻ കഴിയും. അതെന്തു ആയിക്കൊള്ളട്ടെ, പക്ഷേ ആ പ്രകടനങ്ങളുടെ കീഴിൽ കണ്ട കമന്റുകൾ അതാണ് നമുക്ക് നെഞ്ചിടിപ്പുണ്ടാക്കിയത്. ഒറ്റ നോട്ടത്തിൽ തന്നെ ക്രഷ് തോന്നിയത്രേ.
നീ ഏതെങ്കിലും സിനിമയിലോ റീൽസിലോ ഒക്കെ എന്തുകൊണ്ടാണ് അഭിനയിക്കാതിരുന്നത്? നീ ഗുണ്ടയല്ലടാ, നീ പൂക്കിയാണ്. ഒറ്റ നോട്ടത്തിൽ തന്നെ ഞാൻ വീണുപോയി. ഇമാതിരി കമന്റുകളെയൊക്കെ ഒരു തമാശയായിട്ട് എങ്ങനെയാണ് കരുതാൻ പറ്റുക? അതോ ഇതൊക്കെ ഈ തലമുറയുടെ മൂല്യശോഷണത്തിന്റെ സൂചനയാണോ? ഒരു ക്രിമിനലിനെ ഗ്ലാമറൈസ് ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഒരു കുറ്റവാളി, സമൂഹം വെറുക്കേണ്ട ഒരാൾ, നിയമം ശിക്ഷിക്കേണ്ട ഒരാൾ, എന്നാൽ സോഷ്യൽ മീഡിയയിൽ അവൻ ഹീറോയായി മാറുകയാണ്. ഇത് പുതുമയുള്ള സംഭവമൊന്നുമല്ല, ആദ്യമായിട്ട് നടക്കുന്ന കാര്യമൊന്നുമല്ല. ചരിത്രത്തിൽ പോലും ചില കുറ്റവാളികൾ റൊമാൻറ്റിക് റിബലായിട്ടൊക്കെ അവതരിപ്പിക്കപ്പെട്ടിട്ടുണ്ട്. ഹോളിവുഡിൽ ബോണി ആൻഡ് ക്ലൈഡ്, ജോക്കർ, ഇത്തരത്തിലുള്ള ചില സിനിമകളൊക്കെ കുറ്റവാളികളുടെ മനഃശാസ്ത്രമാണ് വരച്ചു കാണിച്ചതെങ്കിലും അത് കണ്ടുകൊണ്ടിരുന്ന ആരാധകരിൽ വലിയൊരു കൂട്ടം ആൾക്കാർ ഈ കഥാപാത്രങ്ങളെയൊക്കെ ഹീറോകളായിട്ടാണ് കണ്ടത്. ഇന്ത്യയിലും സ്ഥിതി വ്യത്യസ്തമായിരുന്നില്ല. പുഷ്പ എന്ന സിനിമ, KGF 1, ഇതൊക്കെ കുറ്റകൃത്യങ്ങളുടെ ലോകത്തിലെ കഥാപാത്രങ്ങളെ വളരെ സ്റ്റൈലിഷായി അവതരിപ്പിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ സിനിമയുടെ സാങ്കല്പിക ലോകം ജീവിതത്തിന്റെ യാഥാർത്ഥ്യമായി മാറുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങളും സംഭവിക്കും. സോഷ്യൽ മീഡിയയുടെ കാലത്ത് കുറ്റവാളികൾക്ക് ഫാൻ ബേസ് ഉണ്ടാകുന്നു. ലൈക്കുകൾ, ഷെയറുകൾ, കമന്റുകൾ, ഇതൊക്കെ പുതിയ പുതിയ അംഗീകാരങ്ങളായി മാറുകയാണ്. മൂല്യബോധമല്ല ഇവിടെ വൈറലാവുക എന്നുള്ളതാണ് പ്രധാനം. ഇവിടെ ഒരു അപകടമുണ്ട്. കുറ്റം ചെയ്തവനാണെങ്കിൽ പോലും ആ വ്യക്തിക്ക് ആകർഷകത്വമുള്ള ഒരു മുഖമുണ്ടെങ്കിൽ അയാൾ ആരാധ്യനായി മാറുന്നു. അതോടെ കുറ്റകൃത്യത്തിന്റെ ആ ഭീകരത മാഞ്ഞു പോവുകയാണ്. ക്രഷ് എന്ന വാക്ക് ഇന്ന് വളരെ ലഘുവായിട്ട് ഉപയോഗിക്കപ്പെടുകയാണ്. കുറ്റവാളിയാണ്, പക്ഷേ അവന്റെ മുഖം സൗന്ദര്യമുള്ളതാണ്, പിന്നെ അല്പം കൂളായിട്ടുള്ള പെരുമാറ്റവും, അത് മതി ഇപ്പോഴത്തെ പിള്ളേർക്ക്. അവന്റെ കുറ്റകൃത്യങ്ങളൊക്കെ അതോടുകൂടി അവഗണിക്കപ്പെടുകയാണ്. ഇതൊക്കെ എന്തിന്റെ സൂചനയാണ്? ഒരാളുടെ വ്യക്തിത്വത്തെക്കാൾ അവന്റെ രൂപത്തെ വിലമതിക്കുക, അവന്റെ സ്റ്റൈലിന് വിലയിടുക, അവന്റെ ബോൾഡായിട്ടുള്ള ആ ഇമേജിനെ ആരാധിക്കുക, ഇതൊക്കെ അപകടകരമായൊരു മനഃശാസ്ത്രമല്ലേ? കൊടും ക്രിമിനലിനെ കണ്ടപ്പോൾ, അവന്റെ മുഖസൗന്ദര്യം കണ്ടപ്പോൾ അവനോട് ക്രഷ് തോന്നി എന്നെഴുതുന്ന മനസ്സ് നാളെ അതേ തരത്തിലുള്ള വ്യക്തികളോടുള്ള ആകർഷണത്തിൽ ഒരുപക്ഷെ ജീവിതം തന്നെ നഷ്ടപ്പെടുത്തി കളയുവാൻ സാധ്യതയുണ്ട്. സത്യത്തിൽ ഈ മൂല്യബോധം എന്ന് പറയുന്നത് എന്താണ്? ശരിയെയും തെറ്റിനെയും തിരിച്ചറിയുവാനുള്ള കഴിവാണത്. ഒരു കൊലപാതക കുറ്റം ചുമത്തപ്പെട്ട ആളെ കാണുമ്പോൾ, അല്ലെങ്കിൽ ഒരു കൊടും കുറ്റവാളിയെ കാണുമ്പോൾ നമ്മുടെയൊക്കെ മനസ്സിൽ ആദ്യം വരുന്ന വികാരം എന്താണ്? സംശയമില്ല, ഭയം, വിരക്തി, അറപ്പ്, അല്ലെങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ഗൗരവമെങ്കിലും ഉണ്ടാവും. പക്ഷെ ഇവിടെ വെളിപ്പെടുന്നത് ക്രഷാണ്. എൻ്റെ ഹൃദയം നിന്നിലേക്ക് വീണുടഞ്ഞു പോയി എന്നൊക്കെയാണ് പലരും രേഖപ്പെടുത്തുന്നത്. ഇത് സമൂഹത്തിന് ഒരു മുന്നറിയിപ്പാണ്. നമ്മൾ കുറ്റത്തെ അപലപിക്കാതെ കുറ്റവാളിയെ ആരാധിക്കുവാൻ തുടങ്ങുമ്പോൾ നിയമത്തോടുള്ള ബഹുമാനമാണ് കുറയുന്നത്. തെറ്റുകൾ ചെയ്യുന്നവൻ ആരാധിക്കപ്പെടുമെങ്കിൽ, വൈറലാക്കപ്പെടുമെങ്കിൽ, അവനോട് സമൂഹത്തിന് ക്രഷ് തോന്നുമെങ്കിൽ എന്തുകൊണ്ട് നാളെ എനിക്കും ആ വഴി തിരഞ്ഞെടുത്തുകൂടാ എന്നുള്ള ചിന്താശേഷിയില്ലാത്ത പലരുടെയും ഉള്ളത്തിൽ ഉണ്ടാകുവാൻ സാധ്യതയുണ്ട്. അത് ഒരു അപകടകരമായ പ്രവണത തന്നെയാണ്. സത്യത്തിൽ ശരിക്കും ഇതിൻ്റെയൊക്കെ ഉത്തരവാദിത്തം ആർക്കാണ്? മാധ്യമങ്ങൾക്കാണോ? സിനിമയ്ക്കാണോ? സോഷ്യൽ മീഡിയയ്ക്കാണോ? കുടുംബത്തിനാണോ? വിദ്യാഭ്യാസ മേഖലയ്ക്കാണോ? ഇതിനെല്ലാം തുല്യ പങ്കാളിത്തമുണ്ട് എന്ന് തന്നെ പറയേണ്ടി വരും. കുട്ടികൾ കാണുന്നത് അവർ അനുകരിക്കും. കുറ്റവാളി ഹീറോ ആക്കപ്പെടുമ്പോൾ ഹീറോ ആകുവാനുള്ള മാർഗം കുറ്റകൃത്യം ചെയ്യലാണ് എന്നുള്ള ചിന്ത ഏതെങ്കിലും ഒരുത്തന്റെ മനസ്സിൽ വന്നാൽ, അല്ലെങ്കിൽ ഒരുത്തിയുടെ മനസ്സിൽ വന്നാൽ അതിനെ കുറ്റം പറയാൻ പറ്റില്ല. ഈ അടുത്ത കാലത്ത് മലയാളത്തിൽ ഇറങ്ങിയ കളങ്കാവൽ എന്ന് പറയുന്നൊരു സിനിമ ലക്ഷക്കണക്കിന് വരുന്ന ആരാധക സമൂഹമുള്ള ഒരു ജനപ്രിയ നടൻ ഒരു വില്ലൻ പരിവേഷത്തിലുള്ള കൊടും ക്രിമിനലിന്റെ ക്യാരക്ടർ വളരെ ഗംഭീരമായി അഭിനയിച്ചു തീർത്തു. ആ സിനിമയിൽ അദ്ദേഹം പറയുന്നത് ഭൂമിയിൽ ഏറ്റവും അധികം തനിക്ക് സുഖം തോന്നുന്ന ഒരു നിമിഷം എന്നുള്ളത് മനുഷ്യനെ കൊല്ലുമ്പോഴാണെന്നാണ്. ഒരു പോലീസ് ഓഫീസറാണ്, അപ്പോൾ തന്നെ കൊടും ക്രിമിനലുമാണ്. ഒറ്റ നോട്ടത്തിൽ തനിക്ക് ഇഷ്ടപ്പെടുന്ന സ്ത്രീകളെ എങ്ങനെയും വശീകരിക്കുക, സുന്ദരമായ മുഖവും വശ്യമായ സംസാരവും കാണുമ്പോൾ രണ്ടിലൊന്ന് ചിന്തിക്കാതെ അവിടേക്ക് എടുത്തു ചാടുകയാണ് ഒരു കൂട്ടം ആൾക്കാർ. ഒടുവിൽ തീനാളത്തിന്റെ തീവ്ര ജ്വാലയിൽ അകപ്പെട്ട് കരിഞ്ഞു വീഴുന്ന ഇയാൻ പാറ്റയെ പോലെ അവർ മരണത്തിലേക്ക് വീണുപോവുകയാണ്. അത്തരം അധാർമികതയെ അവതരിപ്പിച്ച ഒരു മഹാനടന്റെ ക്രിമിനൽ കഥാപാത്രത്തെ ഇരുകൈയും നീട്ടി ജനം സ്വീകരിച്ചു, കയ്യടിയോടുകൂടി ജനം സ്വീകരിച്ചു. ഇതൊക്കെ തലമുറകളെ വല്ലാതെ സ്വാധീനിക്കുന്ന ഘടകമാണ് എന്നുള്ളത് എത്ര പേർ മനസ്സിലാക്കുന്നുണ്ട്? കളങ്കാവൽ കണ്ടിട്ട് മമ്മൂക്ക സൂപ്പറാണ്, ഗംഭീരമായിട്ടാണ് പണി വെച്ചിരിക്കുന്നത് എന്നൊക്കെ പറയുന്നൊരു തലമുറ കാപ്പ കേസിലെ പ്രതിയെ കാണുമ്പോൾ, അവൻ്റെ മുഖത്തിൻ്റെ സൗന്ദര്യം കാണുമ്പോൾ ചെക്കൻ ചുള്ളനാണ്, എനിക്ക് അവനോട് ക്രഷ് തോന്നി എന്ന് പറഞ്ഞാൽ അതിൽ കൂടുതൽ അത്ഭുതപ്പെടാനൊന്നുമില്ല. കാരണം നമ്മുടെ മാധ്യമ സംസ്കാരം, നമ്മുടെ സോഷ്യൽ മീഡിയ സംസ്കാരം അതെല്ലാം ഇന്ന് കുറ്റവാസനകളെ പ്രോത്സാഹിപ്പിക്കുകയും കുറ്റകൃത്യങ്ങൾ ചെയ്യുന്ന ആൾക്കാരെ അവർ മാസാണ് എന്ന് പറഞ്ഞ് ആരാധിപ്പിക്കുകയും ചെയ്യുകയാണ്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മൾ കൊടുക്കുന്ന ഓരോ ലൈക്കുകളും ഒരു സന്ദേശമാണ്. സുന്ദരമായ മുഖമുള്ളത് കൊണ്ട് ആ വ്യക്തി ചെയ്ത കുറ്റം അത് വിശുദ്ധമാവില്ല. സ്റ്റൈല് കാട്ടിയത് കൊണ്ട് കൊലപാതകം ന്യായീകരിക്കുവാനും കഴിയില്ല. മൂല്യബോധം എന്നുള്ളത് അത് ട്രെൻഡുകൾക്കനുസരിച്ച് മാറേണ്ടതല്ല, പകരം അത് മാനുഷികതയുടെ അടിത്തറയാണ്.
എന്താണ് ഇതേക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം? തീർച്ചയായിട്ടും കമന്റ് ചെയ്യുവാൻ മറക്കരുത്. മറ്റൊരു അപ്ഡേഷനുമായി വീണ്ടും കാണാം.